ഹായ് എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ജൂൺ 1 കണ്ണന് സ്കൂളിൽ പോകാൻ റെഡിയായി. കണ്ണന് സങ്കടമുണ്ട്, പക്ഷെ ആൾ പുറത്തേക്ക് കാണിക്കുന്നില്ല. അമ്മ ഒറ്റയ്ക്കല്ലേ, അമ്മ ഞാൻ ക്ലാസ്സിന് പോയി, അമ്മ ഒറ്റയ്ക്കല്ലേ, അച്ഛൻ വർക്കിന് പോയി, അമ്മ ഒറ്റയ്ക്കല്ലേ, അതിങ്ങനെ ആൾ ഇന്നലെ തൊട്ടിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടോ കണ്ണൻ. അപ്പോൾ ഇതാ ഈ കാണുന്ന ഗേറ്റിൻ്റെ അവിടെയാണ് കണ്ണൻ്റെ വണ്ടി വന്ന് നിൽക്കുക. ട്രാവലറിലാണ് പോകുന്നത് കണ്ണൻ. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ഒരു ഏട്ടൻ തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കുട്ടികൾ ഇതാ ഓടി വരുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമാണ് സ്കൂളിൽ പോകാൻ. കാരണം പുതിയ എന്താ പറയുക, ഫ്രണ്ട്സിനെ കാണാം. പിന്നെ വല്ലാത്തൊരു ഹാപ്പിയാണ് എല്ലാവർക്കും. പക്ഷേ ഒപ്പം സങ്കടമുണ്ട്. 2 മാസം നമ്മുടെ കൂടെ തന്നെയായിരുന്നു അവർ. അങ്ങനെ വിരുന്ന് നിൽക്കാൻ പോവുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 മാസം നമ്മുടെ കൂടെ തന്നെ ആയതുകൊണ്ട് ഒരു സങ്കടം, നമുക്കും സങ്കടമുണ്ട്. കാരണം കുട്ടികൾ ഇനി രാവിലെ പോയി വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സങ്കടം നമുക്കുണ്ട്. അപ്പോൾ ആ വഴി കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഈ വഴി കൂടി നമുക്ക് സ്കൂളിലേക്ക് പോവാം. പിന്നെ ഈ വഴി കൂടിയും പോവാം, ട്രാവലർ വരുന്ന വഴി കൂടിയും പോവാം കേട്ടോ. അപ്പോൾ ആ വണ്ടി വന്നു കണ്ണന് ഉമ്മയൊക്കെ തന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ടാറ്റൊക്കെ കാണിച്ചിട്ട് പോവുകയാണ്. പോകുമ്പോൾ തന്നെ ആളെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. ആൾ പുറത്ത് കാണിക്കുന്നില്ല. ഇന്നലെ തൊട്ടിട്ട് അമ്മ ഒറ്റയ്ക്കല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങും. ആളെ അവിടെ വണ്ടി വരുന്ന സ്ഥലത്ത് ഏട്ടനുണ്ടാവും. അങ്ങനെ ആക്കി ഞാൻ പോവും. വൈകുന്നേരം ആൾ 4:30 വരുമ്പോഴേക്കും ഞാൻ 4:45 ആകുമ്പോഴേക്കും ഞാനെത്തും. അപ്പോൾ ആൾക്കത് ഞാൻ പോവുകയാണ്, ആൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു. പക്ഷെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ കണ്ണന് ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊരു ചിന്ത വരികയാണ് തോന്നുന്നു. ആൾക്ക് നല്ല വിഷമം ഉണ്ട്. അപ്പം എന്നാൽ ഞാൻ വേഗം മോൻ അവിടെ എത്തുമ്പോഴേക്കും എങ്ങനെയാണ്, ആളിന് ഓക്കെ ആണോ ക്ലാസ്സിലെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ ടീച്ചേഴ്സിനെ കുറിച്ച് ഒരു തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരക്കിലാവും. നമുക്കറിയാമല്ലോ, ജൂൺ 1 സ്കൂൾ തുറക്കുന്നൊരു ദിവസം വാശിയും കരച്ചിലൊക്കെ ബഹളമാവും നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 2 വർഷം വർക്ക് ചെയ്തുകൊണ്ട് നമുക്കത് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാനിന്ന് അവരൊന്നും വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ല. എങ്ങനെ ക്ലാസ്സിലെ ഓക്കെ ആണോന്ന് അറിയണമെങ്കിൽ ഞാൻ നേരിട്ടൊന്ന് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ അവനവിടെ എത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, സിയ എന്ന പേര്. അപ്പോൾ മോളുടെ അമ്മയും ഞാൻ നല്ല കമ്പനിയാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിനി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചി ഒരുമിച്ച് പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തിപ്പിക്കും ചേച്ചിയുടെ പുറപ്പാടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നോട് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം പുറപ്പെട്ടെത്തിപ്പിക്കും ചേച്ചിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ആളെ പുറപ്പാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ആളെ ഹസ്ബൻഡിൻ്റെ പേരും സതീഷ് എന്നാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും സതീഷ് എന്നാണ്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ സതീഷ് ചേട്ടനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ആളുടെ വീടിന് താഴേക്കൂടെ, ചേച്ചിയുടെ വീടിൻ്റെ താഴേക്കൂടെ ഇറങ്ങിയ ഒരു വഴിയുണ്ട്, പാടത്തു കൂടെ അങ്ങനെ പോകണം. അങ്ങനെ പോയി നമുക്ക് നേരെ സ്കൂളിൻ്റെ അവിടുത്തെ റൂട്ടിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വഴി കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്താ വെച്ചാൽ ഈ വഴി കൂടെ ഒന്നും പോവാൻ, ഒന്നാമത് ഇത് കൂടെ ഒരു വഴി ഉണ്ടെന്ന് അറിയില്ല. രണ്ടാമത് ഇത് കൂടെ ഒന്നും വരേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല. റോട്ടിൽ കൂടെ തന്നെയാണ്, മെയിൻ റോട്ടിൽ കൂടെ, അല്ലെങ്കിൽ വേറെ പാടത്തു കൂടെ അങ്ങനെയാണ് പോവാറ്. അപ്പോൾ ചേച്ചി ഇത് കൂടെ എളുപ്പമുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കൂടെ പോവാൻ പറഞ്ഞു. പക്ഷെ നിറച്ച് നമുക്ക് എന്താ പറയുക, അവിടെ പശുക്കളൊക്കെ കെട്ടുന്നതുകൊണ്ട് നല്ല ചാണകവും കാര്യങ്ങളൊക്കെ ഇട്ട് നടന്നു പോകും, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം എന്ന് പറയില്ലേ, ഞാനും പച്ച കളറ്, നടന്നു പോകുന്ന വഴിയും പച്ച കളറ്. അപ്പോൾ ഞങ്ങൾ വേഗം നടന്നു പോകാൻ കുട്ടികളെങ്ങനെയെന്ന് അറിയില്ല എനിക്ക്. അവൻ ഓക്കെ ആണോ, അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ, നല്ലുണ്ട്. കാരണം ഇന്നലെ തൊട്ടിട്ടേ അവൻ രാത്രി ഒരു ഉറങ്ങുന്ന സമയത്തും രാവിലെ എണീക്കുമ്പോഴൊക്കെ അതേ പറയണേ, അമ്മ ഞാൻ പോയി, അച്ഛൻ പോയി, അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ വീട്ടിലിരിക്കുക. അപ്പം അങ്ങനെ അത് ഞാൻ 2 വർഷം പോയത് കൊണ്ട് അവ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ ഞാൻ ഇതേപോലെ തിരക്കും കാര്യങ്ങളും, നമ്മൾ വീട്ടിലത്തെ പണിയും കാര്യങ്ങളും ഫുൾ ഹറിബറിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം പോണു, വൈകുന്നേരം വരുന്നു, വന്നാലും നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് നമുക്ക് നല്ല തിരക്കായതുകൊണ്ട് അവനറിയാം ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് തിരക്കും കാര്യങ്ങളാണ്, അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം എങ്ങോട്ടും പോവാത്തത് കൊണ്ട് ആൾക്കത് ഉൾക്കൊള്ളാനൊരു പ്രയാസമാണ് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ ആൾ ഹാപ്പിയാണ്. ആൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നല്ല കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അസംബ്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അസംബ്ലി ഫസ്റ്റ് ഡേ അല്ല, അവിടെ എല്ലാ ദിവസവും അസംബ്ലി ഉണ്ടാവാറുണ്ട്. ഇന്ന് പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളും അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പുതിയ സ്റ്റേജും കാര്യങ്ങളും അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇതിന് മുൻപ് പോയപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രാവശ്യം സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ
കണ്ണൻ ക്ലാസ്സിലൊക്കെയാണ്. അവൻ നമ്മ പൊക്കോ, എനിക്ക് സങ്കടമൊന്നുമില്ല പറഞ്ഞപ്പോൾ ഞാൻ പോന്നു കേട്ടോ. അവന് പിന്നെ ഫ്രണ്ട്സിനായിട്ട് പിന്നെ അവരുടെ അടുത്ത് നല്ല വർത്താനമായി, ചിരിയായി. പിന്നെ അവ ഓക്കെ ആണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാനും ചേച്ചിയും പോന്നു. പിന്നെ കുട എടുക്കാൻ മറന്നു. രാവിലെ ആ ഓട്ടവും പാച്ചിലിൻ്റെ ഇടയിൽ കുട എടുക്കാൻ മറന്നു. പോരുമ്പോഴേക്കും 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലായി. രാവിലെ പിന്നെ അങ്ങനെ വെയിലുണ്ടായിരുന്നില്ലേ, നമ്മൾ നേരത്തെ പോയതുകൊണ്ട്. പോരുമ്പോഴേക്കും നല്ല വെയിലായി. അപ്പോൾ കണ്ണൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു ടീച്ചർ. അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ, നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ.